ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നിന്നും തുടർന്നു വരുന്ന ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രൗസർ ഒരു വെബ് പേജ് നമ്മൾ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബ്രൗസറിൻ്റെ സ്ക്രീനിൻ്റെ സൈസ്, അതേപോലെ തന്നെ വിഡ്ത്ത്, അതേപോലെ ഹൈറ്റ്, കളർ ഡെപ്ത്, പിക്സൽ ഡെപ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്തു വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ ആ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന ബ്രൗസറിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പം, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് കറക്റ്റായിട്ട് അതിൽ ഉൾക്കൊള്ളുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനും അത് വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന യൂസർക്ക് ഒരു ഇൻഫർമേഷനായിട്ട് നൽകാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റിൽ കുറേ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഏതാണ്ട് 6ഓളം പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ പ്രോപ്പർട്ടീസും എങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നു എന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തന്നെ ആദ്യം തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്തു. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ആദ്യം തന്നെ നമ്മൾ സ്ക്രീൻ വിഡ്ത്താണ് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സ്ക്രീനിന് എത്ര വിഡ്ത്ത് ഉണ്ടെന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് എഴുതും. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് സ്ക്രീൻ വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കോളൻ ഇട്ടു. അതിനുശേഷം പ്ലസ്, അതായത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ പ്ലസ് ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രീൻ എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ പേജ് നമ്മളൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ വെബ്സൈറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1366. അതായത് ഈ സ്ക്രീന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1366. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സ്ക്രീനിൻ്റെ വിഡ്ത്തൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്രീൻ വിഡ്ത്ത് എന്ന സ്ക്രീൻ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ഞാനിവിടെ വന്ന് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഞാൻ ഹൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഹൈറ്റ് പുതിയ ലൈന് വരാൻ വേണ്ടി ഞാനിവിടെ വന്ന് BR എന്ന ടാഗ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന പുതിയ ലൈനായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഞാനിവിടെ വന്ന് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റും ഓക്കെ, ഇവിടെ വന്ന് ഹൈറ്റ് എന്ന് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുക. സ്ക്രീൻ ഡോട്ട് ഹൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ കറക്റ്റ് ഹൈറ്റും വിഡ്ത്തും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1366, അതേപോലെ തന്നെ സ്ക്രീനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 768. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അവൈൽ വിഡ്ത്ത്. അതായത് നമുക്ക് ഈ സ്ക്രീനിൻ്റെ മാക്സിമം എത്ര അവൈലബിലിറ്റി, അതായത് മാക്സിമം നമുക്ക് ഈ സ്ക്രീനിന് എത്രത്തോളം വിഡ്ത്ത് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അവൈലബിൾ വിഡ്ത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് വീണ്ടും ഇതിവിടെ വന്ന് കോപ്പി ചെയ്തു. ഇനി ഇവിടെ വന്ന് അവൈലബിൾ വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ ഡോട്ട് അവൈൽ വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പുതിയ ലൈന് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതിന് ലഭ്യമായിട്ടുള്ള വിഡ്ത്ത് എത്രയെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. ഇപ്പോൾ സ്ക്രീനിൻ്റെ ലഭ്യമായിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 1294. നമുക്ക് സ്ക്രീനിന് എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ള വിഡ്ത്ത് എത്രയാണ് അത് നമുക്കിവിടെ കാണിച്ചു തരും. അതായത് ഇതിൻ്റെ ഈ എഡ്ജിൽ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്ന വിഡ്ത്ത് നമുക്ക് ലഭ്യമായിട്ട് എത്രയാണോ സ്ക്രീനിൽ വിഡ്ത്ത് ലഭിക്കുന്നത് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആക്ച്വൽ സ്ക്രീനിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയാണ്, നമുക്കതിൽ ലഭ്യമായിട്ട് വരുന്ന വിഡ്ത്ത് ഇത്രയാണ്. അതായത് ഈ സൈഡിലെ മെനു ബാറൊക്കെ ഒഴിവാക്കിയിട്ടുള്ള വിഡ്ത്താണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ഹൈറ്റ് കൂടി നോക്കാം. ഇപ്പം നമ്മൾ വിഡ്ത്താണ് നോക്കിയത്, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ഹൈറ്റ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് വിഡ്ത്ത് എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ വന്ന് ഹൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് അവൈലബിൾ വിഡ്ത്ത് എന്നതിന് പകരം നമ്മളിവിടെ വന്ന് ഹൈറ്റ് എന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ അവൈലബിൾ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കാണിച്ചു തരും. അതായത് ഈ മുകളിലത്തെ ഈ ഹെഡർ ഭാഗത്ത് മെനു, അതേപോലെ തന്നെ ടൈറ്റിൽ ബാർ, ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള അവൈലബിൾ ഹൈറ്റ് എത്രയാണോ അതാണ് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വരുന്നത് കളർ ഡെപ്ത് ആണ്. അതായത് എത്രത്തോളം ഇതിൽ ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കളർ ഡെപ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് സ്ക്രീൻ കളർ ഡെപ്ത് എന്ന് ചേർത്ത് കൊടുത്തു. സ്ക്രീൻ ഡോട്ട്, ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ ഡോട്ട് കളർ ഡെപ്ത് എന്നാണ്. കളർ ഡെപ്ത് ഇതൊന്ന് സേവ് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ കളർ ഡെപ്ത് എത്രയാണെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. ഇതിലെ കളർ ഡെപ്ത് എന്ന് പറയുന്നത് 24 കളർ ഡെപ്ത് ആയിട്ടാണ് ഇത് പ്രിന്റ് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ പിക്സൽ ഡെപ്ത് എത്രയാണോ അതും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇതൊന്നുകൂടി കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ എഴുതുകയാണ് പിക്സൽ ഡെപ്ത് എന്ന് എഴുതുന്നുണ്ട്. ഇതിൻ്റെ പിക്സൽ ഡെപ്ത് എത്രയാണെന്നോ അതും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മളിവിടെ വന്ന് അവൈലബിൾ പിക്സൽ ഡെപ്ത് എന്ന് ചേർത്ത് കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ പിക്സൽ ഡെപ്ത് എത്രയാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ കളർ ഡെപ്തും അതേപോലെ തന്നെ സ്ക്രീൻ പിക്സൽ ഡെപ്തും രണ്ടും ഒരേ രൂപത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ജാവാസ്ക്രിപ്റ്റ് സ്ക്രീൻ ഒബ്ജക്റ്റ് എന്താണെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഏതാണെന്നുമാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.